ഹായ് ഫ്രണ്ട്സ്, ഹെർട്ട് ഷേപ്പിലുള്ള മോൾഡൊന്നും ഇല്ലാതെ തന്നെ എങ്ങനെ ഹെർട്ട് ഷേപ്പിലുള്ള കേക്ക് തയ്യാറാക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. 1.5 കിലോ തൂക്കം വരുന്ന ഒരു മാംഗോ ട്രഫിൾ കേക്കാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ സ്ക്രീനിൽ കാട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ പറയുന്നില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗിൻ്റെ സ്മെല്ലില്ലാതിരിക്കാനും അതുപോലെ തന്നെ നമ്മൾ എഗ്ഗ് പതപ്പിച്ചെടുക്കുമ്പോൾ നല്ല സ്റ്റേബിളായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നത്. വിനീഗർ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മിൽക്ക് എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി കുറച്ചായിട്ട് ചേർത്തിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗ് നല്ല തിക്കായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മുട്ടയുടെ കൂട്ടിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു കൂട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തതിന് ശേഷം ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിലേക്ക് 1/2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോഫി പൗഡർ ചേർത്തിട്ടാണ് ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ടെടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ 1 കിലോത്തിൽ കൂടുതൽ കേക്കൊക്കെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ലാസ്റ്റ് ചെയ്താൽ കേക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ 1 കിലോത്തിൽ കൂടുതൽ കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടുതൽ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ നേരം ഫോൾഡ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കുറേ നേരം ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പതപ്പിച്ച് വെച്ച മുട്ടയുടെ പതയൊക്കെ താഴ്ന്നു പോകും. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. 1.5 കിലോ കേക്ക് ആയതുകൊണ്ട് ഞാനിപ്പോൾ 9 ഇഞ്ചിൻ്റെ പാനിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വിവോ നോൺ ഡയറി വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മാംഗോ ട്രഫിൾ കേക്കാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ മാംഗോ ട്രഫിൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. 150 ഗ്രാം വൈറ്റ് ചോക്ലേറ്റിലേക്ക് 75 ml വിപ്പിംഗ് ക്രീം ചൂടാക്കി ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ടൈഗറിൻ്റെ മാംഗോ എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് എങ്ങനെ ഐസിങ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ മാംഗോ കേക്ക് തയ്യാറാക്കുമ്പോൾ വാനില സ്പോഞ്ച് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഇനി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്, നല്ലൊരു കോമ്പിനേഷനാണ് മാംഗോ ട്രഫിളും ഈ ഒരു ചോക്ലേറ്റും കൂടി വന്നു കഴിയുമ്പോൾ. വാനില സ്പോഞ്ചിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടാണ് ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ചിട്ട് മാംഗോ ട്രഫിൾ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് വെച്ചിട്ടാണ് ഹെർട്ട് ഷേപ്പിലുള്ള കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ കേക്ക് ഒന്ന് 3 ലെയറായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു ക്രീം ഒന്ന് ലെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മീതേക്ക് മാംഗോ ട്രഫിൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ 3ാമത്തെ ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മീതേക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഹെർട്ട് ഷേപ്പ് ആക്കിയിട്ട് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. ഇനി ഒരു കത്തി വെച്ചിട്ട് ക്രോസ് ആയിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഹെർട്ട് ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അധികം അമർത്തിയിട്ട് വരഞ്ഞ് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ കറക്റ്റ് നടുക്ക് വെക്കാതെ കുറച്ച് ബാക്കിലോട്ട് ആക്കിയിട്ട് വേണം കേട്ടോ ഇതുപോലെ കേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. കാരണം നമ്മൾ ഈ മുറിച്ച പീസ് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുമ്പോൾ ഫ്രണ്ടിൽ സ്പേസ് ഉണ്ടാവണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ പീസ് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കേക്കിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് ക്രീം തേച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇങ്ങനെ നന്നായിട്ട് അമർത്തി വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് ഇരുന്നോളും. കണ്ടോ, ഇപ്പോൾ കേക്ക് നല്ല ഹെഡ് ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കുറച്ചും കൂടി നല്ലൊരു ഹെഡ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നടുഭാഗത്തു നിന്ന് ഇതുപോലെ കുറച്ചൊന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് നല്ല കർവായിട്ടുള്ള ഹെഡ് ഷേപ്പ് കിട്ടും. ഇനി കേക്ക് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ആദ്യം തന്നെ മുകൾ ഭാഗം ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സൈഡിലോട്ടാക്കിയിട്ട് സൈഡിലും ഫുള്ള് ക്രീം വെച്ചിട്ട് നല്ല ഹാർഡ് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ശരിക്കും ഹെഡ് ഷേപ്പിലുള്ള മോൾഡ് യൂസ് ചെയ്യാതെ തന്നെ നല്ല ഹെഡ് ഷേപ്പിൽ ഇതുപോലെ കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിനി ഹെഡ് ഷേപ്പിലുള്ള പാനൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കേക്ക് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ക്രാപ്പർ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിൽ പൊങ്ങി നിൽക്കുന്ന ക്രീം ഇതുപോലെ ഒന്ന് വടിച്ചെടുക്കണം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷമാണ് നമ്മൾ ചോക്കോ ട്രഫിൾ ഇതിൻ്റെ മീതേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റായ കേക്കിൻ്റെ മീതേക്ക് വേണം ട്രഫിൾ ഒഴിച്ച് കൊടുക്കാൻ. എന്നാലേ പെട്ടെന്ന് സെറ്റായിട്ട് വരുള്ളൂ. ഇനി ഇതിൻ്റെ മീതേക്ക് നമുക്ക് ട്രഫിൾ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിനായിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ട്രഫിൾ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ബാക്കി വന്ന മാംഗോ ട്രഫിളിലേക്ക് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ബോർഡർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. കേക്കിൻ്റെ സൈഡിലും മുകൾ ഭാഗത്തും അതുപോലെ തന്നെയുള്ള ഒരു ബോർഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ പീസസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കാട്ടിയിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ട്രഫിൾ കേക്ക് തയ്യാറായിട്ടുണ്ട്. കറക്റ്റ് 1.5 കിലോ തൂക്കം വരുന്ന ഒരു മാംഗോ ട്രഫിൾ കേക്ക് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി ചോദിക്കാം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്